നമ്മുടെ ധർമ്മം ഒരു കാലത്തും ക്ഷയിക്കാൻ പോണില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഇവിടുത്തെ ഓഡിയൻസ്. ഇത്രയും തിരക്ക് പിടിച്ച ഒരു സിറ്റിയിൽ രാത്രി 8 മണിക്ക് എന്തെല്ലാം ഭൂകമ്പങ്ങൾ ചുറ്റും നടക്കുന്നു. അതൊക്കെ ക്ഷുദ്രങ്ങളാണെന്ന് മനസ്സിലാക്കി അതിനേക്കാളും വലിയൊരു കാര്യം നമുക്ക് ചെയ്യാനുണ്ട് എന്നുള്ള ബോധ്യത്തിൽ ഇവിടെ ഇരിക്കുന്ന ഈ സദസ്സിനാണ് വലിയൊരു കയ്യടി കൊടുക്കേണ്ടത്. മഹാഭാഗ്യമാണിത്. ഈ കാലഘട്ടത്തിൽ ഇതൊരു വലിയ മഹാഭാഗ്യമാണ്. എൻ്റെ പ്രിയ സുഹൃത്ത് ഡോക്ടർ ലക്ഷ്മി ശങ്കർ ഒരു ചോദ്യം തന്നിട്ടുണ്ട്. അതിനുള്ള മറുപടി പറയണം. ഞാൻ മറുപടി ആണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. ഇതിൽ ഈ ഭഗവത്ഗീത മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും മുത്തായിട്ടുള്ള ശ്ലോകം ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാം മുത്താണ്. പക്ഷെ അതിൽ ജീവിത സാഹചര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഗൃഹസ്ഥാശ്രമത്തിൽ നിന്നുള്ള പകർന്നാട്ടമുണ്ടല്ലോ ഇതിലേക്ക്, വാനപ്രസ്ഥത്തിലേക്ക്. ആ പകർന്നാട്ടത്തിൽ നമ്മൾ പൂർണ്ണമായും ത്യജിക്കേണ്ട ഒരു സാധനം എന്താണെന്നുള്ളത് ഭഗവാൻ പറയുന്നുണ്ട്. വളരെ അന്തർലീനായിട്ട് സൂക്ഷ്മമായിട്ട് ഉള്ള ചർച്ചകൾ ഉണ്ട്, വളരെ സ്ഥൂലമായിട്ടുള്ള ചർച്ചകളുണ്ട്. പക്ഷെ ഞാൻ വളരെ സൂചിപ്പിക്കാൻ മാത്രമേ ഉള്ളൂ, കാരണം നിങ്ങൾക്ക് പരിചിതമായിരിക്കും ആ ഗ്രന്ഥം. കാമയേഷ ക്രോധയേഷ രജോഗുണ സമുദ്ഭവ മഹാശനോ മഹാപാപ്മ വിദ്യീനമിഹ വൈരിണം. നിങ്ങൾ ശത്രുക്കളെ അന്വേഷിച്ച് പാകിസ്ഥാനിലും ചൈനയിലൊന്നും പോകണ്ട. അവരൊന്നും നിങ്ങളുടെ ശത്രുക്കളല്ല. നിങ്ങളുടെ ശത്രു നിങ്ങളുടെ ഉള്ളിലാണ് ഇരിക്കുന്നത്. ഐഡൻറ്റിഫൈ ചെയ്ത് കാണിക്കുക, തൊട്ട് കാണിച്ചു തരിക. കാമയേഷ ക്രോധയേഷ രജോഗുണ സമുദ്ഭവ. ഇത് 2 രജോഗുണം എന്നുണ്ടാവുന്നതാണ്. മഹാശന, നോക്കുക വാക്കുകൾ ഓരോന്നും ഉപയോഗിച്ചിട്ടുള്ളത്. വലിയ ശാപ്പാട്ടുകാരനാണെന്നാണ്. എന്തു കൊടുത്താലും മതിയാവില്ല കാമത്തിന്. മഹാശന, പിന്നെയോ മഹാപാപ്മ, ഇതിനേക്കാളും പാപിഷ്ഠനായിട്ട് വേറൊരാളില്ല ഈ കാമത്തിനെ പോലെ. മനുഷ്യ സമൂഹത്തെ മുഴുവൻ നശിപ്പിക്കാൻ ഈ ഒരു സാധനം മതി. ഇപ്പം കാമം പുരുഷാർത്ഥത്തിൽ പെട്ടതാണ്. അതേമാതിരി കാമത്തിനെ കുറിച്ചാണ് ഈ പറയണത് ഭഗവാൻ. ഇവിടെ ചോദിച്ച ചോദ്യം ഞാൻ വാദിക്കാം. അത് ഈ ശ്ലോകത്തിൻ്റെ റിലവൻസ് എന്താണെന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മനുഷ്യർ ചെയ്യുന്ന കർമ്മങ്ങൾ ചിലത് പ്രിയത്തിനായിട്ടും മറ്റു ചിലത് ഹിതത്തിനായിട്ടും വാസ്തവത്തിൽ പ്രിയത്തിനായുള്ള കർമ്മത്തിൽ നിന്നും ഹിതത്തിനായിട്ടുള്ള കർമ്മത്തിലേക്ക് ഉള്ള ഒരു പ്രയാണമല്ലേ വാനപ്രസ്ഥം എന്നത്? പ്രേയസിൻ്റെ മാർഗത്തിൽ നിന്ന് ശ്രേയസിൻ്റെ ഉള്ള പരിണതിയല്ലേ അത് എന്നാണ് ചോദ്യം. ശ്രേയസ്സും പ്രേയസ്സും ഉപനിഷത്ത് പഠിച്ചവർക്കൊക്കെ അറിയാം. അത് വ്യാഖ്യാനിക്കണമെങ്കിൽ ഒരുപാട് സമയം വേണം. അതിനുള്ള സമയം നമുക്കില്ല. മൃഡാനന്ദസ്വാമിയുടെ തർജ്ജമ എടുത്ത് വായിച്ചാൽ മതി. ഇതൊക്കെ വളരെ ക്ലിയറാവും. സിമ്പിളായിട്ടുള്ള മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ട് സ്വാമി. പക്ഷെ ഇവിടെ പ്രിയവും ഹിതവും തമ്മിലുള്ള അന്തരാണ്. പ്രിയം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് മാത്രമുള്ളതാണ്, സ്വാർത്ഥാണ്. ഹിതം എന്ന് പറഞ്ഞാൽ സമൂഹത്തിന് മുഴുവനുള്ളതാണ്. എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒന്നാണ് ഹിതം. പ്രിയം എന്ന് പറഞ്ഞാൽ എൻ്റെ കാര്യം മാത്രമാണ്. അപ്പോൾ പ്രിയവും ഹിതവും തമ്മിലുള്ള വ്യത്യാസം എന്താ? നമ്മൾ മലയാളികൾ ഇതൊന്നും ഭേദമില്ലാണ്ട് ഇത് പര്യായ പദം പോലെ ഉപയോഗിക്കും. പക്ഷേ വളരെ സൂക്ഷ്മമായിട്ട് ഈ പദത്തിന് ഇങ്ങനെ വലിയ അർത്ഥവ്യത്യാസമുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഗാർഹസ്ഥ്യവും വാനപ്രസ്ഥവും 2 ദിക്കിലും നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഒന്ന് തന്നെയാണ്. ഏറെക്കുറെ കുറച്ചുകൂടി അധ്യാത്മചിന്ത കൂടുതൽ വരും. കുറച്ചുകൂടി അധ്യാത്മമായിട്ടുള്ള ഉപാസനകളും ആ ഉപാസനകളിൽ കൂടെ തത്വജ്ഞാനത്തിലേക്കുള്ള ഒരു മാർച്ചിങ് ആണ് ഉപാസന. അതാണ് നമ്മൾ ഈ വേദകാലത്ത് ഭക്തി എന്നൊന്നും പറയില്ല, ഭക്തി എന്നുള്ള വാക്കൊന്നും കാണില്ല. ഭക്തിക്ക് പകരമായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് ഉപാസന. അത് സഗുണ ഉപാസനയുണ്ട്, നിർഗുണോപാസനയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ ഗൃഹസ്ഥാശ്രമത്തിൽ നമ്മൾ ചെയ്യുന്നത് പലതും ഞാൻ നേരത്തെ പറഞ്ഞു.
ബ്രാഹ്മണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അവിടെ ഗൃഹസ്ഥനാവുമ്പോൾ അതിനെ അതിജീവിക്കുന്ന ആളുകളുണ്ട്, ഇല്ലാഞ്ഞിട്ടല്ല. പക്ഷെ സാമാന്യമായിട്ട് ഗൃഹസ്ഥന്മാർ അവരുടെ സ്വന്തം, മറ്റുള്ളവരെ ദ്രോഹിക്കണം എന്ന് വെച്ചിട്ടല്ല, സ്വന്തം ലാഭത്തിനും സ്വന്തം ഇഷ്ടത്തിനും സ്വന്തം പ്രിയത്തിനും വേണ്ടിയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. പക്ഷേ വാനപ്രസ്ഥി അങ്ങനെയല്ല. അതാണ് ഇവിടെ സൂചിപ്പിച്ചത്. സമൂഹത്തിന് വേണ്ടിയാണ് പിന്നെ അയാൾ ജീവിക്കുന്നത്. അതുവരെ ജീവിച്ചത് തൻ്റെ കുടുംബത്തിനും ഇതിനൊക്കെ വേണ്ടിയാണ്. ഒരു 50 വയസ്സ് വരെയോ 60 വയസ്സ് വരെയോ. അത് കഴിഞ്ഞാൽ വീട്ടിൽ രണ്ടാൾ ഒരുമിച്ചിരുന്ന് ഭരിച്ചാൽ ശരിയാവില്ല. അച്ഛനും മകനാണെങ്കിൽ പോലും 2 ഭരണകർത്താക്കൾ ഒന്നുണ്ടാവാവുന്ന പ്രശ്നം നമുക്കറിയാലോ. അതുകൊണ്ട് അതൊക്കെ വിട്ടുകൊടുക്കണം. അച്ഛനായാലും അമ്മയായാലും മക്കൾ മുതിർന്ന് അവർ പ്രായമായാൽ, ഇവിടെ ശ്രീ കണ്ഠമംഗലം പറഞ്ഞതുപോലെ അത് വിട്ടുകൊടുക്കണം, അവരെ ഏൽപ്പിക്കണം. എന്നിട്ട് ലോക നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനമാണ് പിന്നെ. അപ്പോൾ നമ്മുടെ പ്രവർത്തന മണ്ഡലം വികസിക്കുകയാണ് ചെയ്യണത്. പ്രവർത്തനം ഇല്ല, നിവൃത്തി എന്നാണ് പറയുന്നതെങ്കിലും പ്രവൃത്തിയാണ് കൂടുതലുണ്ട് അവിടെ. നിവൃത്തി എന്നാ വാക്ക്, പക്ഷെ പ്രവൃത്തിയാണ് കൂടുതൽ. അപ്പോൾ ഇത് ഈ ചോദ്യത്തിൽ പറഞ്ഞ പോലെ തന്നെ പ്രേയസിൽ നിന്ന് ശ്രേയസിലേക്കുള്ള ആ മാർഗമാണ്. അത് ആത്യന്തികമായിട്ട് സന്യാസാശ്രമം വരുമ്പോഴേക്കും അത് പൂർണ്ണമാകും. സന്യാസാശ്രമത്തിൻ്റെ ആവിർഭാവം വരുന്നതോടുകൂടി വെച്ചാൽ ഈ തത്വജ്ഞാനം പൂർണ്ണമായും അനുഭവവേദ്യ അവിടുന്നാണ്. അതായത് ബ്രഹ്മചര്യത്തിൽ നമ്മൾ വേദവും വേദാന്ത തത്വങ്ങളും പഠിക്കണം. പക്ഷേ അന്ന് ഇത് ദഹിച്ചിട്ടുണ്ടാവില്ല. പരീക്ഷയ്ക്ക് എഴുതാനൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, അനുഭവം ഉണ്ടാവില്ല. ബ്രഹ്മതത്വം അനുഭവപ്പെടണം. ഗൃഹസ്ഥാശ്രമത്തിലോ കുറച്ചൊക്കെ പ്രവർത്തിച്ച് ചെറിയൊരു അതിൻ്റെ ഒരു ഫ്ലാഷൊക്കെ ഉണ്ടാവും. പക്ഷേ ധാരാളം കർമ്മങ്ങൾ ചെയ്ത് ഈ കർമ്മം ചെയ്താൽ ആത്മജ്ഞാനം ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ ശങ്കരാചാര്യർ പറയും, കർമ്മണാജായതേ ഭക്തി. കർമ്മം ചെയ്താൽ, കർമ്മം നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ ഭക്തി, അന്ധകരണം തെളിയും. തെളിഞ്ഞ അന്ധകരണത്തിലാണ് ഈശ്വരൻ വരിക. മാലിന്യമുള്ള അന്ധകരണത്തിൽ ഈശ്വരൻ വന്നിരിക്കില്ല. അപ്പം കർമ്മങ്ങൾ ചെയ്യണത് അത് കുടുംബത്തിന് വേണ്ടിയായാലും സമൂഹത്തിന് വേണ്ടിയായാലും കർമ്മങ്ങൾ ചെയ്യുന്നത് മനസ്സിൻ്റെ നൈർമല്യത്തിന് വേണ്ടിയാണ്. ആ നൈർമല്യം അത് നിഷ്കാമകർമ്മമാണെങ്കിൽ കേമായി, സകാമകർമ്മമായാലും കുഴപ്പമൊന്നുമില്ല, ചെയ്യാം. കാരണം എന്താ, അത് മറ്റൊരാളെ ദ്രോഹിക്കാനല്ല, എനിക്ക് ചില നേട്ടങ്ങൾ ഉണ്ടാവാനാണ്. അത് ഞാൻ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ സകാമത്തെക്കാളും കേമാണ് നിഷ്കാമം, യാതൊരു സംശയമില്ല. അങ്ങനെ നിഷ്കാമമായ കർമ്മങ്ങൾ ആത്യന്തികമായിട്ട് ചെയ്യുമ്പോൾ മനസ്സ് നിർമ്മലമാവുകയും ആ നിർമ്മലമായ മനസ്സിൽ ഈശ്വരൻ്റെ സാന്നിധ്യം ഉണ്ടാവുകയും ചെയ്യുന്നു. ഈശ്വര എന്താണ്, ഹൃദയശേ അർജുന തിഷ്ഠതി അല്ലേ? ഹൃദയത്തിലാണ് ഈശ്വരൻ സ്ഥിതി ചെയ്യുന്നത്. ഈ അനുഭവം നമുക്കുണ്ടാവും. ഇതാണ് വാസ്തവത്തിൽ ഈ പ്രിയഹിതം എന്ന ഈ കാഴ്ചപ്പാടിൽ പലപ്പോഴും ലോക്കൽ വെർണാകുലറിൽ, അതായത് ലോക്കലായുള്ള ഭാഷകളിൽ ഈ പദങ്ങളൊക്കെ പര്യായങ്ങളായിട്ടാണ് ഉപയോഗിക്കുന്നത്. എല്ലാം ഇഷ്ടം എന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷെ അങ്ങനെയല്ല, അവയ്ക്ക് വളരെ സൂക്ഷ്മമായ ഭേദങ്ങളുണ്ട്. സംസ്കൃതത്തിൽ അതൊക്കെ വളരെ കൃത്യമായിട്ട് വിച്ഛേദിച്ച് കാണിക്കുന്നതാണ്. ഈ പദങ്ങളൊക്കെ സങ്കേത പദങ്ങളാണ്. നമസ്കാരം. ഇനി എന്താ? വാനപ്രസ്ഥ ഷുഡ് ഗൈഡ് ദി ഫാമിലി, സൊസൈറ്റി. Is it right? Yes. The entire life of Vanaprasthin is only for the society, not for his family, because he has given up his family. He has abandoned his family. He may be living in that family. He may be in the same house along with the son, but still he is detached. So he can live a life of abandonment. പിന്നെ സ്വാധ്യായ പ്രവചനാഭ്യാം ന പ്രമഥിതവ്യം. Happening, first happening, and Vanaspatya has a job of, what is that? It is not clear. സ്വാധ്യായ പ്രവചനാഭ്യാം ന പ്രമഥിതവ്യം എന്നുള്ളത് ഗുരു ശിഷ്യന് ഉപദേശിക്കുന്ന ഉപദേശമാണ്. സത്യം വദ ധർമ്മം ചര. നമുക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റികളിലൊക്കെ കാണാത്തൊരു സാധനമാണ്. നമ്മുടെ പഴയ യൂണിവേഴ്സിറ്റികളിൽ, ഗുരുകുലങ്ങളിൽ ഗുരു പഠിപ്പൊക്കെ കഴിഞ്ഞ് 8, 10, 18 കൊല്ലമൊക്കെ പഠിപ്പ് കഴിഞ്ഞ് പോണ സമയത്ത് ഒരു കോൺവെക്കേഷൻ ഉണ്ട്.
ആ കോൺവെക്കേഷനിൽ ഗുരു പറഞ്ഞു കൊടുത്ത് ചൊല്ലിക്കുന്നതാണ്, പ്രതിജ്ഞ ചെയ്യിക്കുന്നതാണ്. സത്യം വദ, ധർമ്മം ചര. അതിലുള്ള ഒന്നാണ് സ്വാധ്യായാന്ന പ്രമതിതവ്യം. പഠനത്തിൽ നിന്ന് ഒരു കാലത്തും മുന്നോട്ട് പോകരുത് എന്ന് വെച്ച അർത്ഥം ഈ ബ്രഹ്മചാരി ആയിരിക്കുമ്പോൾ മാത്രം അല്ല. ഒരു അധ്യാപകൻ അയാൾ മരിക്കുന്ന അവസാനത്തെ ദിവസവും അയാൾ എന്താണ്? ഒരു വിദ്യാർത്ഥിയാണ്. ഒരു വിദ്യാർത്ഥി എന്ന് നമ്മളിൽ മരിക്കുന്നുവോ അന്ന് നമ്മൾ അധ്യാപകൻ അല്ലാണ്ടേ ആവണം. നിങ്ങൾക്ക് ആചാര്യനാവണോ? നിങ്ങൾ ശിഷ്യനായിരിക്കണം. എപ്പോഴും ശിഷ്യനായിട്ടിരുന്നാൽ വെച്ചാൽ വിഷയങ്ങൾ കൂടുതൽ അറിയാനും ഈ വിഷയങ്ങളെ സ്വാംശീകരിച്ച് അത് ജീവിതത്തിലാക്കാനുള്ള പരിശ്രമം അവസാനം വരെ വേണമെന്നർത്ഥം, ജീവിതാവസാനം വരെ. അപ്പോൾ ശരിയായിട്ടുള്ള ഒരു ആള് ഞാൻ അധ്യാപകനാണ് എന്നൊക്കെ പലരോടും പറയും. പക്ഷേ വാസ്തവത്തിൽ നമ്മൾ പറയേണ്ടത് ഞാൻ ഐ എം എ സ്റ്റുഡൻറ്റ്. നിങ്ങൾ വളരെ ലേണഡ് ആയിട്ടുള്ള ആളുകളൊക്കെ സംസാരിക്കുമ്പോൾ നിങ്ങൾ കേട്ടറിയും ഐ എം എ സ്റ്റുഡൻറ്റ് ഓഫ് കെമിസ്ട്രി. അയാൾ വലിയ സയൻറ്റിസ്റ്റൊക്കെ ആയിരിക്കും, വലിയ കണ്ടുപിടുത്തങ്ങളൊക്കെ ചെയ്താൽ നോബൽ പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ ഹി സ്റ്റാർട്ട് ഹിസ് സ്പീച്ച് ദാറ്റ് ഐ എം എ ഹംബിൾ സ്റ്റുഡൻറ്റ് ഓഫ് കെമിസ്ട്രി. അറിവൊരു വലിയ സാഗരമാണ്, അതിൻ്റെ മുമ്പിൽ നിൽക്കുന്നൊരു ശിശു മാത്രമാണ് നമ്മൾ. അതുകൊണ്ട് ഈ സ്വാധ്യായാന്മാ പ്രമതിതവ്യം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഏത് കാലത്തും റിലവൻ്റ് അല്ല. വേദത്തിൽ പറഞ്ഞ് ഇതെല്ലാം സത്യം വദ ധർമ്മം ചര എന്നുള്ളതൊക്കെ എല്ലാ കാലത്തും റിലവൻ്റ് ആണല്ലോ, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇത്രയുമാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്.